സമയത്ത് കുതിരയ്ക്ക് കടിഞ്ഞാണുള്ളൂ, ആനയ്ക്ക് കടിഞ്ഞാണില്ല എന്ന് പറഞ്ഞു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് രണ്ടാമൊന്നും ആലോചിച്ചില്ല, ആനപ്പുറത്തൊന്ന് ചാടി. എന്നിട്ടാണ് പറഞ്ഞത്, എന്റെ കയ്യിൽ നിയന്ത്രണമില്ലാത്ത ഒന്നിന്റെ പുറത്തും ഞാൻ ഇരിക്കില്ല, എനിക്ക് നിയന്ത്രണമില്ലാത്ത ഒന്നിന്റെ പുറത്തും ഞാൻ ഇരിക്കില്ല. ലോകത്തിന്റെ 1/3 സ്വന്തം കൊടിക്കീഴിലാക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ജീവിച്ചത് വെറും 35 വർഷത്തിൽ താഴെ മാത്രമാണ്. എനിക്കിപ്പോൾ 45 വർഷം വയസ്സ് കഴിഞ്ഞു. 45 വയസ്സ് ഈ വരുന്ന 3 ദിവസം കഴിയുമ്പോൾ ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ദൈവാനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ്. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരേ മനസ്സോടുകൂടി 5 പേർ ഒരു സ്ഥലത്തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പുതുചരിത്രം പിറക്കും എന്നാണ് പറയുന്നത്. ഇത്രയും ആളുകൾ ഈ പൊരി വെയിലത്തും AC കട്ട് ഓഫ് ആയി പോയിട്ടും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഉള്ളിലുള്ള എനർജി വെച്ചാൽ ലോകത്ത് ഇന്ന് വരെ എഴുതപ്പെട്ട ഏത് ചരിത്രവും തിരുത്തി കുറിച്ചിരിക്കും. അതാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. മൈ ലൈഫ് സ്റ്റൈലിന്റെ വളർച്ച നെക്സസിന് മുമ്പും ശേഷവും ഇതായിരിക്കും. ആഫ്റ്റർ ക്രൈസ്റ്റ് ഓർ ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പോലെ. ഞാൻ എന്താണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സർവശക്തനായ ദൈവത്തിന്റെ അതേ ചൈതന്യം എന്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളിടത്തോളം കാലം, പുരാണങ്ങളിൽ പറഞ്ഞതുപോലെ അഹം ബ്രഹ്മാസ്മിൻ, എന്റെ ഉള്ളിലാണ് ബ്രഹ്മം വസിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ഈശ്വരന്റെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും ആ വിചാരം പോലും ദൈവം തന്നത് അത് നേടാനുള്ള മുഴുവൻ കഴിവുകളും നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തന്നതിന് ശേഷം മാത്രമാണ്.